ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാം. നമുക്ക് അങ്ങനെ ശ്രവിക്കാൻ പറ്റുന്ന ഓരോ വചനത്തിനെയാണ് റേമാവചനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റേമാവചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പിതാവായ ദൈവമേ, വചനമാകുന്ന യേശുവിലൂടെ ഞങ്ങളുടെ അടുത്ത് അങ്ങ് സംസാരിക്കണമേ. യേശുവാകുന്ന സത്യത്തെ പൂർണ്ണമായും മനസ്സിലാക്കി യേശുവാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ ഞങ്ങളങ്ങ് പ്രത്യേകം ഒരുക്കുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. നമ്മളിതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് വചനം എടുക്കുന്നത്. ലൂക്ക എഴുതിയ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ലൂക്ക 5:13. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. ഇതിന് തൊട്ട് മുൻപുള്ള വാക്യം വായിക്കാം. കുഷ്ഠരോഗി സുഖപ്പെടുത്തുന്നുള്ളതാണ് ഹെഡിങ്. പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണു പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. നമുക്ക് പലപ്പോഴും നമുക്ക് ശുദ്ധി പ്രാപിക്കേണ്ടതുണ്ട് അല്ലേ? നമ്മൾ ചിലപ്പോൾ നമ്മൾ പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കാം, ഒരുപക്ഷെ നമുക്ക് ശാരീരിക രോഗപീഠകളിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളിലായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് വിശുദ്ധരാകേണ്ടതുണ്ട് അല്ലേ? വിശുദ്ധി പാലിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, കുഷ്ഠരോഗി പറഞ്ഞ പോലെ അവ എങ്ങനെയാണ് സാഷ്ടാംഗം വീണാണ് പ്രാർത്ഥിച്ചത്, കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. നമുക്ക് അങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണിട്ട് പ്രാർത്ഥിക്കാൻ കഴിയണം. ദൈവമേ, യേശുവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയട്ടെ എന്ന് പറയണം. അതൊരു ഭയങ്കര ഒരു കാര്യമാണ്. കാരണം നമുക്ക് ശുദ്ധി വരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് പാപത്തിൽ നിന്ന് അകന്ന് നിൽക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അല്ലേ? നമുക്ക് നന്മ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് ഒരുപാട് ദൈവത്തെ പ്രഘോഷിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇതിനൊക്കെ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ശുദ്ധതയാണ്, അല്ലെങ്കിൽ വിശുദ്ധിക്ക് നമുക്ക് പ്രാപിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനെയാണ് ഉള്ളത്. ഒരു അശുദ്ധമായ ഒരു അവസ്ഥയാണുള്ളത്. അതിൽ നിന്ന് നമുക്ക് മാറണമെങ്കിൽ നമുക്ക് സാഷ്ടാംഗം വീണ് യേശുവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശുദ്ധി കൂടാതെ ദൈവത്തെ സമീപിക്കാൻ സാധിക്കില്ല, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ മെയിനായിട്ട് ഉൾപ്പെടുത്താവുന്ന കാര്യം, കർത്താവേ, യേശുവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ അശുദ്ധതയിൽ നിന്ന് മാറ്റി എന്നെ ശുദ്ധിയുള്ളവനാക്കാൻ സാധിക്കട്ടെ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രാർത്ഥനയായിരിക്കട്ടെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഉയർന്നു വരേണ്ടത്. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എന്നും നമുക്ക് ശുദ്ധതയ്ക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.